ഹായ് നമസ്കാരം, വിനായകാണ്. കഴിഞ്ഞ സ്റ്റേജ് കെ പി യിലെ ഏറ്റവും അവസാനത്തെയും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കെ പി ആണ്. അതിൽ തന്നെ ഇത് ബിഹേവിയർ ആൻഡ് കംപ്ലൈൻസ് കെ പി. ഇതിൽ കേട്ടാൽ തന്നെ മനസ്സിലാവും ആളുകളുടെ ബിഹേവിയറിനനുസരിച്ചൊക്കെ അതുപോലെ കമ്പനിയുടെ ബിഹേവിയറിനനുസരിച്ചൊക്കെ ഇത് മാറുന്ന ഒരു കെ പി ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഉദാഹരണം CRM കംപ്ലൈൻസ്, ഓരോരുത്തരുടെ കംപ്ലൈൻസിനെ ബേസ് ചെയ്തിട്ട്, അതുപോലെ തന്നെ റീഫണ്ടിന്റെ റേറ്റ്. റീഫണ്ട് എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മൾ ഒരാൾ പറയുകയാണ് നിങ്ങളുടെ സർവീസ് കൊണ്ട് എനിക്ക് റീഫണ്ട് തരണം. ചിലപ്പോൾ ഈ റീഫണ്ട് പോളിസീസ് ഉണ്ടെങ്കിൽ അതൊക്കെ അപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. റിട്ടേൺ റേറ്റ്, അതുപോലെ ഇപ്പോൾ ഫ്ലിപ്കാർട്ട് ആമസോൺ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമ്പിൾ പക്ക മനസ്സിലാവും. റീഫണ്ട് റേറ്റ് എത്ര ഉണ്ട്, റിട്ടേൺ റേറ്റ് എത്രയുണ്ട്, അതുപോലെ തന്നെ ഡോക്യുമെന്റേഷൻ അക്യുറൻസി. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആവുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊന്നും എന്തല്ല ഇന്നത്തെ ബിസിനസ് അല്ലെങ്കിൽ ഇന്നത്തെ കിട്ടിയ പൈസയും കൊണ്ട് മാത്രം ഞാൻ രക്ഷപ്പെടുമെന്ന് വിചാരിക്കുന്നവരല്ല. ഇവരൊക്കെ ഫോക്കസ് ചെയ്യുന്ന ബ്രാൻഡിനാണ്. ബ്രാൻഡ് വാല്യൂ ഫോക്കസ് ചെയ്യണമെങ്കിൽ വെരി ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ് ബിഹേവിയർ എന്ന് പറയുന്നത്. കസ്റ്റമർ ബിഹേവ് ചെയ്യുന്നതനുസരിച്ച് ചാടി കളിക്കാനുള്ളതല്ല. നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ബ്രാൻഡിന്റെ ഒരു ബിഹേവിയർ ക്വാളിറ്റീസും കാര്യങ്ങളും വെച്ചിട്ട് KPI സെറ്റ് ചെയ്തിട്ടുണ്ട്. കറക്റ്റ് ആയിട്ടുള്ള എത്തിക്കൽ ആയിട്ടുള്ള ഒരു റീസൺ ആണ് പിന്നെ ഒരു ബ്രാൻഡ് പറയുന്നത് അല്ലെങ്കിൽ ഒരു കസ്റ്റമർ പറയുന്നതെങ്കിൽ അവർ റീസൺ ഉണ്ടെങ്കിൽ നമ്മുടെ ഫോൾട്ട് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, റീഫണ്ട് കൊടുക്കേണ്ടടുത്ത് റീഫണ്ട് കൊടുക്കണം, റിട്ടേൺ കൊടുക്കേണ്ടടുത്ത് റിട്ടേൺ കൊടുക്കണം. ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ വൺ ഓഫ് ദ ബെസ്റ്റ് ആയിട്ട് ബിസിനസ് വളർത്താൻ പറ്റുന്ന ഒരു KPI കൂടിയാണ് ബിഹേവിയർ KPI എന്ന് പറയുന്നത്. സോ ഇതുപോലെ തന്നെ നമ്മുടെ ബാക്കി 8 എണ്ണത്തിനെയും ഇൻ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു PDF കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ട്രാക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്തിട്ട് കമന്റിൽ KPI എന്ന് അടിക്കുക. താങ്ക് യു.